ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 7 ദിവസം കൊണ്ട് നമ്മുടെ മുഖത്തെ മുഖക്കുരു എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗേസ്, എന്റെ മുഖത്ത് പൊതുവെ മുഖക്കുരു ഒന്നും വരാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുഖക്കുരു ഒക്കെ വരാൻ കുറെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ എനിക്ക് കുറെ പിമ്പിൾസ് വന്നിട്ടുണ്ട്. കണ്ടോ, പിമ്പിൾസ് ഉണ്ട്. പിമ്പിൾസ് വന്ന കറുത്ത പാടുകളുണ്ട്. ഒരാഴ്ച കൊണ്ടാണ് എനിക്ക് ഈ പിമ്പിൾസ് ഒക്കെ വന്നതും ചില പിമ്പിൾസ് പാടായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പിമ്പിൾസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് 7 ദിവസം കൊണ്ട് ഈ ഒരു പിമ്പിൾസ് മാറ്റിയെടുക്കണം. അത് നമ്മള് മുഖക്കുരു ഇല്ലാണ്ടാക്കുന്ന ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇന്നു മുതൽ 7 ദിവസം വരെയും ഓരോ ഫേസ് പാക്കുകൾ മുഖക്കുരു ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ പുതിയതായിട്ടാണ് ആൾക്കാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. പാർട്ട് 1, പാർട്ട് 2 പോയി പാർട്ട് 7 7 ദിവസത്തെ ചലഞ്ചായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ 7 ദിവസവും വ്യത്യസ്തമായ പാക്കുകളായിരിക്കും മുഖക്കുരു ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ച് ഡേ 1 ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുഖക്കുരു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെള്ളരിക്കയാണ്. നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിൽ വാങ്ങുന്ന വെള്ളരിക്ക ഉണ്ടല്ലോ, ആ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും വേണ്ടുന്നത് ഈ ഒരു രക്തചന്ദനമാണ്. ഇത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രക്തചന്ദനത്തിന്റെ സ്റ്റിക്കാണ്. തടിയാണ്. ഇന്ന് പൊടിയൊക്കെ കിട്ടുമല്ലോ രക്തചന്ദനത്തിന്റെ, അതായാലും മതി. രക്തചന്ദനത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുഖക്കുരു മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനും റിങ്കിൾസ് മാറ്റാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും സ്കിൻ ഗ്ലോ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ടാവും. എങ്കിലും എനിക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. രക്തചന്ദനം ആയുർവേദത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന്റെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിലെ അലർജി ഉണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് ഈ ഒരു രക്തചന്ദനം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ഈ ഒരു ഔഷധമാണെന്ന് പറയാം ഈ ഒരു രക്തചന്ദനം. നമ്മളിന്ന് ചെയ്യുന്നത് മുഖക്കുരു മാറ്റാനുള്ള റെമഡിയാണ്. അപ്പോൾ രക്തചന്ദനത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് മുഖക്കുരുവിനെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. രക്തചന്ദനം ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ദിവസവും നിങ്ങൾ ഇടുന്ന ഫേസ് പാക്കുകളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിലുള്ള ആ ഒരു എണ്ണമയം ഒക്കെ മാറുകയും മുഖക്കുരു ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ആയിരിക്കും കൂടുതലായിട്ട് ഓപ്പൺ പോഴ്സുകൾ ഉള്ളത്. അത് മാറ്റാനും, അതിപ്പം ഓയിലി സ്കിന്നുകളല്ല ഡ്രൈ സ്കിന്നാണെങ്കിലും ശരി തന്നെ, നിങ്ങളിലുള്ള ഓപ്പൺ പോഴ്സുകൾ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു രക്തചന്ദനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്കും ഗുണങ്ങൾ നൽകുന്ന വെള്ളരിക്ക ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സെൻസിറ്റീവ് ആയതും ഡ്രൈ ആയതുമായിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരിൽ ഈ ഒരു വെള്ളരിക്ക പ്രധാന പങ്ക് വഹിക്കും. സെൻസിറ്റീവ് ആയതും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന്റെ ചർമ്മസ്ഥിതിയെ ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് വെള്ളരിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ധാരാളം സിലിക്ക എന്ന ധാതുഘടകം അടങ്ങി. സോ വെള്ളരിക്ക ചർമ്മത്തിൽ ആഴത്തിലിറങ്ങി നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ആരോഗ്യകരമായ ചർമ്മകോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിലുള്ള ഓക്സിഡൈസേഷൻ കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ, അതുമൂലമാണല്ലോ നമുക്ക് മുഖക്കുരു അങ്ങനത്തെ മറ്റ് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ പ്രോബ്ലങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതുമൂലം ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന്റെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ റിങ്കിൾസ്, കരുവാളിപ്പ് എല്ലാം മാറ്റിയെടുക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു വെള്ളരിക്കയും ഈ ഒരു രക്തചന്ദനവും മാത്രം മതി നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ രക്തചന്ദനത്തിന്റെ പൗഡർ ആണെങ്കിൽ ഈ ഒരു വെള്ളരിക്ക നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റും. നമ്മളെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ജ്യൂസ് എടുത്ത് നമുക്ക് ആ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മിക്സ് ചെയ്ത്, ഇപ്പോൾ 1 സ്പൂൺ രക്തചന്ദന പൗഡറിനാണെങ്കിൽ 1 സ്പൂൺ, അത് മിക്സായി വരാൻ വേണ്ടിയിട്ട് എത്ര സ്പൂൺ വേണമോ അത്രയും സ്പൂൺ നമുക്ക്
വെള്ളരിക്ക നീരും കൂടെ ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇത് പൊടിയല്ല, ഇത് ഇതിൻ്റെ തടിയാണ്. അപ്പോൾ ഇത് ഞാൻ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വെള്ളരിക്ക സ്കിന്നെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ജ്യൂസറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല വെള്ളമയം വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വെള്ളരിക്കയിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന്. അതുകൊണ്ട് നമുക്കിത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ഇത്തിരി മതി. നമുക്കിത് മിക്സ് വരുന്നത് ഞാൻ ഫ്രീസറിലോട്ട് കയറ്റി വെക്കും. നമുക്ക് ഐസ് ക്യൂബ്സുകളായിട്ട് കണ്ണിന് ചുറ്റുമൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ്. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാനായിട്ട് ഇത് നമ്മുടെ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കാൻ നല്ലതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിന് ഞാനൊന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഏത് പാക്കാണെങ്കിലും നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് മുഖം കഴുകുന്ന ഇവിടെ നിന്നൊന്ന് വീഡിയോ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെ ഞാൻ പുറത്ത് പോയി മുഖം കഴുകിയിട്ടൊക്കെ നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയുമ്പോൾ 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് മുഖം റബ്ബ് ചെയ്തൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ. മുഖത്തഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തിട്ട് വരാം. വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ഒക്കെ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് കളഞ്ഞിട്ട് വരാവേ ഗെയ്സ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടച്ചെടുക്കണ്ട. നമുക്കിത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതൊരുവിധം ഉണങ്ങിക്കോളും കേട്ടോ. അപ്പം നിങ്ങൾ മുഖക്കുരു ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. 7 ദിവസം നമുക്ക് ഒരുമിച്ച് തന്നെ മുഖക്കുരു മാറ്റാം. ഗെയ്സ്, ഞാനിവിടെ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കുരു ഉള്ളിടത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ. എനിക്കിവിടെ കവിളിൽ മാത്രമേ ഓക്കുരു വന്നോളൂ കേട്ടോ. എനിക്ക് പൊതുവേ മുഖക്കുരു വരാറില്ല. പിന്നെ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. ഞാനൊരു പാക്ക് ഇട്ട് മുഖക്കുരു ആക്കിയതാണ്. നിങ്ങളെയും കൂടി അത് റിമൂവ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ പാക്ക് ഇട്ടിട്ട് ഇവിടെ 20 മിനിറ്റ് ആകാറായിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, കുറച്ചൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ മഴയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നില്ല. അപ്പം ഞാനിതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഗെയ്സ്, അപ്പോൾ ഞാനിവിടെ മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴേ ബ്രൈറ്റ്നെസ് തോന്നിയെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരു പാക്ക് ഒരു തവണ ഇടുമ്പോഴത്തേനും മുഖം വെളുത്ത് തുടുക്കത്തൊന്നുമില്ലെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അത് സ്വാഭാവികം. ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ മുഖക്കുരു നന്നായിട്ട് തെളിഞ്ഞു കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് കുറച്ചൊരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട് ഗെയ്സ്. അപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. യൂസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇത് ഞാൻ ചിലപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ നമ്മൾ 7 ഡേയ്സ് ഇന്ന് രാത്രിയിലെ ആര്യവേപ്പില ഇട്ട് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്ന 7 ദിവസവും രാവിലെ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് വേണം മുഖം കഴുകാനായിട്ട് കേട്ടോ. നിങ്ങൾ തലേ ദിവസമേ തിളപ്പിച്ച് ഇടുക. രാവിലെ ആവുമ്പോഴത്തേന് നല്ല തണുത്ത് കിട്ടും. ആ വെള്ളം കൊണ്ട് മുഖം കഴുകുക. ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തിരിക്കണം. 7 ദിവസവും നിങ്ങളിത് തന്നെ റെഗുലറായിട്ട് ചെയ്തു പോകണം. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നാളത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നും കൂടെ കാണിച്ചു തരാം. ചിലപ്പോൾ ചിലർക്ക് അറിയത്തില്ലെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒരംഗമായി മാറണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ ഫേസ് പാക്കുമായിട്ട് കാണാം. ബൈ.